ഒരു മനുഷ്യന് പരലോകത്ത് നൽകുന്ന പ്രതീക്ഷ അവൻ്റെ അമലുസ്വാലിഹാത്താണ്. അഥവാ എവിടെ നിന്ന് അവൻ ചെയ്ത കർമ്മത്തിന് അവിടെ നിന്ന് കൂലി കിട്ടുക, അതാണ് ഒരു മനുഷ്യന്റെ പ്രതീക്ഷ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, അത് നഷ്ടപ്പെട്ടു പോകുന്നതും അല്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഇന്നാ ലാ നുളിയു അജ്റ മൻ അഹ്സന അമല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളുടെ പ്രവർത്തനം അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അത് എത്രയാണെങ്കിലും, മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരു അണുവിൽ അത്രയാണ് തൂക്കമുള്ളതെങ്കിലും അതിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് അല്ലാഹു തആല സൂറത്തുൽ നിസായിൽ കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് നിങ്ങൾ ധൃതി പിടിച്ച് മുന്നിട്ട് വരണം എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നന്മ ചെയ്യാൻ മുന്നിട്ട് അതിന് പ്രത്യേക ഒരു താല്പര്യം കാണിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു കാര്യം അമലുസ്വാലിഹാത്ത് ആകണമെങ്കിൽ, പരലോകത്ത് വെച്ച് അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ നിബന്ധനയാണ് അയ്യകൂന മുസ്ലിമൻ, ചെയ്യുന്ന ആള് മുസ്ലിം ആയിരിക്കണം എന്നത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബൽ മിൻഹു വഹുവ മിനൽ ആഖിറതി വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തൊരു മാർഗത്തെ ഒരാൾ മതമായി സ്വീകരിച്ചു, എന്നാൽ ആ മതത്തെയോ അവൻ ചെയ്യുന്ന പ്രവർത്തനത്തെയോ പരലോകത്ത് വെച്ച് അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുന്നതല്ല എന്ന്. അതേ സ്ഥാനത്ത് വിശ്വാസികളല്ലാത്ത ആൾക്കാർ ചെയ്ത പ്രവർത്തനത്തിന് ഭൗതിക ലോകത്ത് വെച്ച്, ഭൂമി ലോകത്ത് വെച്ച് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. വിശ്വാസിക്ക് പരലോകത്ത് ഏതായാലും അതിന്റെ പ്രതിഫലം കിട്ടും, ഒരുപക്ഷെ ദുനിയാവിൽ നിന്നും കിട്ടിയേക്കാം. അതുകൊണ്ടാണ് വിശ്വാസി അല്ലാത്തവന്റെ കർമ്മങ്ങളെ അല്ലാഹു തആല കസറാബിൻ ബിഖീഅത്തിൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. മരുഭൂമിയിലെ മരീചിക പോലെയാണ്, അവൻ അങ്ങ് അടുത്തെത്തിയാൽ ഒന്നും കാണുന്നതല്ല. ഹബാഅൻ മൻസൂറ, വിതറപ്പെട്ട ധൂളികളെ പോലെയാണ്, അതവനിക്ക് ഉപകരിക്കുകയില്ല എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞത്.